നമസ്കാരം. ബോർഡ് ഓഫ് പീസിൽ പാകിസ്ഥാൻ അംഗമായാൽ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പ്. ഇറാൻ്റെ ആത്മീയ നേതാവായ ഷെയ്ഖ് കരാമത്ത് ഹുസൈൻ നജഫിയാണ് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത്. ബോർഡ് ഓഫ് പീസിൽ പാകിസ്ഥാൻ അംഗമാണ്. പാകിസ്ഥാൻ ഗാസയിൽ നടക്കുന്ന ഈ ബോർഡ് ഓഫ് പീസിലേക്ക് തങ്ങൾ സന്നദ്ധരാണ്, തങ്ങൾക്ക് പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് അമേരിക്കയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഇതിലേക്ക് പങ്കെടുക്കുവാനായിട്ട് സന്നദ്ധമായതും അതിലേക്ക് പോകാൻ പോയതും. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാരണവശാൽ പാകിസ്ഥാൻ ഇതിനോട് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ആക്രമിക്കപ്പെടും. കാരണം ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് സയോണിസ്റ്റ് സംഘടനയാണ്. ജൂതന്മാരാണ് അതിൻ്റെ നിയന്ത്രണമുള്ളത്. ജൂതന്മാർ എല്ലാവരും തന്നെ ഇസ്ലാമിക വിരുദ്ധരാണ്. ഈ ഇസ്ലാമിക വിരുദ്ധ കൂട്ടായ്മയോടൊപ്പം പാകിസ്ഥാൻ സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാനെ ആക്രമിക്കും, ചുട്ടുകരിക്കും എന്ന രീതിയിലാണ് ഇറാനിൽ നിന്ന് വളരെ ശക്തമായ മുന്നറിയിപ്പ് പാകിസ്ഥാനെതിരെ വന്നിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇതിൽ അംഗമായത് ഒരു കാരണവശാലും ഭീകരവാദത്തെ പാകിസ്ഥാൻ എതിർക്കുന്നത് കൊണ്ടല്ല. പാകിസ്ഥാന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ലഭിക്കണമെങ്കിൽ അതിന് അമേരിക്ക വിചാരിക്കണം. അത്തരം അമേരിക്ക വിചാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പാകിസ്ഥാൻ ഇതിനോടൊത്ത് സഹകരിക്കുന്നത്. അതായത് അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയെങ്കിൽ മാത്രമേ പാകിസ്ഥാന് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ ഈ ബോർഡ് ഓഫ് പീസിനോടൊപ്പം സഹകരിച്ചത്, അതിനോടൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചത്. അല്ലാതെ പാകിസ്ഥാൻ ഭീകരവാദികളെ എതിർക്കുന്നത് കൊണ്ടല്ല. പാകിസ്ഥാനകത്ത് തന്നെ ധാരാളം ഭീകരവാദ സംഘടനകളുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ പാകിസ്ഥാൻ്റെ ആർമിയാണ് ട്രെയിനിങ് കൊടുക്കുന്നതും പാകിസ്ഥാൻ്റെ സൈന്യത്തിലെ ചില ആയുധങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് പോലും. അത്തരം ഒരു കാര്യം മുന്നോട്ട് പോകവേ എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകരവാദികളെ എതിർക്കുന്ന ഒരു നയം സ്വീകരിക്കുന്നത്? ഇപ്പോൾ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ബോർഡ് ഓഫ് പീസിൽ പാകിസ്ഥാൻ കൂടി ഉൾപ്പെടുന്നു എന്ന രീതിയിൽ പാകിസ്ഥാൻ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ലോകത്തിനെ നടുക്കിക്കൊണ്ട് ഇറാനും ഇസ്രായേലും അമേരിക്കയുടെയും സംയുക്ത സൈന്യവും തമ്മിൽ പരസ്പരം പോരടിക്കുമ്പോൾ ഇതിനിടയിൽ ഇറാൻ ഒരു വാണിംഗ് കൊടുക്കുകയാണ് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഇതിനോട് സഹകരിച്ചാൽ തീർച്ചയായിട്ടും ദുഃഖിക്കേണ്ടി വരും. ഇപ്പോൾ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ ഇത്തരത്തിലുള്ളൊരു ഭീഷണി മുഴക്കിയത് അവിടെ നിന്ന് ഈ മുസ്ലിം ലീഗിന് കിട്ടേണ്ട വോട്ട് കൂടി നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഷഹബാസ് ഷെരീഫിൻ്റെ സർക്കാർ ആൻറ്റി ഇസ്ലാമിക് ആണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗദിയിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇറാനെതിരെ നിൽക്കാൻ പാടില്ല എന്നാണ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു സുന്നി രാജ്യമാണ്, സൗദി ഒരു സുന്നി രാജ്യമാണ്. സൗദിക്കെതിരെ പോലും ഇറാൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇറാനെതിരെ നിൽക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ ഏത് നിലപാടാണ് എടുക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ നിന്ന് ആഭ്യന്തരമായിട്ട് വലിയ വെല്ലുവിളിയാണ് പാകിസ്ഥാൻ ബോർഡ് ഓഫ് പീസിൽ പോകുന്നതിന് എതിരെ ഉണ്ടായിരിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ്, വലിയ രീതിയിൽ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുക തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു സഹായം കിട്ടുവാൻ വേണ്ടിയിട്ട് കഞ്ഞി കുടിച്ച് കിടക്കണ്ടേ പാകിസ്ഥാന്. അത്തരം ഒരു രീതിയാണ്. അത് പാകിസ്ഥാൻ്റെ ഇൻഫ്ലേഷൻ, പാകിസ്ഥാൻ്റെ പണപ്പെരുപ്പം വളരെ ഭീകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായി പാകിസ്ഥാൻ്റെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. ഇനി ലോകബാങ്കിൽ നിന്നൊന്നും കടം കിട്ടില്ല, IMFൽ നിന്ന് കടം കിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്തെങ്കിലും ഒരു സഹായം കിട്ടണമെങ്കിൽ അമേരിക്ക കനിയണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് പാകിസ്ഥാൻ നിന്നതെങ്കിലും ഇതിപ്പോൾ തിരിച്ചടിയാകുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.